ഹായ് കൂട്ടുകാരെ, നമുക്ക് ഈ കാണുന്ന മലയുടെ മുകളിൽ ഒന്ന് കയറി നോക്കിയാലോ? ഇതിന് മുകളിൽ ചെന്ന സൂര്യനതാ ഇങ്ങനെ ചന്ദ്രനെ പോലെ കാണാം. പിന്നെ മാത്രമല്ല അത്യപൂർവ വൃക്ഷങ്ങളും ഒരു കുഞ്ഞു ചിൽഡ്രൻസ് പാർക്കും, അതിലൂടെ പോയാൽ നല്ല വ്യൂ പോയിന്റും പിന്നെതാ 360 ഡിഗ്രി നമുക്ക് വ്യൂ കിട്ടുന്ന ഒരു വാച്ച് ടവർ ഒക്കെ ഉള്ള ഒരു സ്ഥലത്തെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഫ്രണ്ട്സ്, ഞാൻ ശ്രീജിത്താണേ. നമ്മൾ പെരിന്തൽമണ്ണയിലെ നഗരത്തിരക്കിൽ നിന്ന് മാറി സ്ഥിതി ചെയ്യുന്ന കൊടികുത്തി മലയിലാണ്. പെരിന്തൽമണ്ണയിൽ നിന്ന് 5.5 കിലോമീറ്റർ പാലക്കാട് റൂട്ടിൽ സഞ്ചരിച്ച് അമ്മിണിക്കാട് നിന്ന് ഇടത്തോട്ട് 4.5 കിലോമീറ്റർ സഞ്ചരിച്ചാലാണ് ഈ കൊടികുത്തിമല എന്ന സ്ഥലത്തെത്താൻ കഴിയുക. അപ്പോൾ നമുക്ക് അവിടേക്ക് പോകാം. ഏകദേശം കൊടികുത്തിമല കയറി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ആയിട്ട് പുതിയ പാർക്കും അങ്ങനത്തെ സെറ്റപ്പൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ദൂരം ബൈക്കിൽ യാത്ര ചെയ്യാനുണ്ട്. ഇപ്പോൾ അവിടെ പാർക്കിങ്ങിന് അങ്ങനെ പ്രത്യേകിച്ച് സൗകര്യങ്ങളൊന്നുമില്ല. അപ്പോൾ റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിട്ട് നമുക്കിതാ ഈ കവാടം കടന്ന് പോകണം. അപ്പോൾ ഇതാണ് കൊടികുത്തിമല ഫസ്റ്റ് എൻട്രൻസ്. ഈ കവാടം കടന്ന് ഉള്ളിൽ ചെല്ലുമ്പോൾ ആദ്യം ഒരു സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട്. നമ്മുടെ ആളുകളുടെ എണ്ണം പറയണം ആദ്യം, എന്നിട്ട് അവിടുന്ന് നമ്മളൊരു ടോക്കൺ കിട്ടും. അപ്പോൾ ഇവിടെ ഇവർ എഴുതുന്നത് നമ്മളെ എത്ര പേരുണ്ടെന്നും നമ്മുടെ കയ്യിൽ ബോട്ടിലോ പ്ലാസ്റ്റിക് കവറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്നാണ്. പിന്നെ അത് കഴിഞ്ഞ് നേരെ നമ്മൾ തൊട്ടടുത്തുള്ള സെക്യൂരിറ്റിയുടെ അടുത്ത് പോകണം. അപ്പോൾ അവിടെ നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ ആളുകളുടെ എണ്ണം, പിന്നെ അതുപോലെ വെരിഫിക്കേഷനായിട്ട് ഒരു ഫോൺ നമ്പറുമാണ്. പിന്നെ അവിടുന്ന് അടുത്ത കൗണ്ടറിലാണ് നമുക്ക് ടിക്കറ്റ് എടുക്കാനുള്ളതായിട്ട്. അപ്പോൾ ടിക്കറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇവിടെ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുക്കാനുള്ള സംവിധാനമില്ല. പകരം നമുക്ക് കാർഡോ അല്ലെങ്കിൽ GPO ചെയ്തിട്ട് വേണം ടിക്കറ്റ് എടുക്കാനായിട്ട്. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ആദ്യം കാണുന്ന കാഴ്ചയാണിത്. ഇവിടെ ഇങ്ങനെ 5 മുനിമാരുടെ ഒരു ചുവർ ചിത്രം ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ 5 മുനിമാർ തപസ് ചെയ്തിരുന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് ഇതിനെ അഞ്ചുമുനിക്കാട്, പിന്നീട് അത് ലോപിച്ച് അമ്മിണിക്കാടായി എന്നാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ അതാ ഈ ഒരു പാലം കടന്ന് വേണം നമുക്ക് നടത്തം തുടങ്ങാനായിട്ട്. മഴക്കാലമാകുവാണെങ്കിൽ ഈ പാലത്തിന് താഴെ കൂടെ ഒരു കുഞ്ഞരുവിയൊക്കെ ഉണ്ടാകുമായിരുന്നു. അപ്പം ഞാൻ പോയത് ഇപ്പം ഈ സമയമായതുകൊണ്ട് തന്നെ അതില്ല. പിന്നെ ഇതാ ഇവിടെ ഇങ്ങനെ ഈ കൊടികുത്തിമലയുടെ കുഞ്ഞു രൂപം ഇവിടെ ഇങ്ങനെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോകേണ്ട വഴിയും അതൊക്കെ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആദ്യം കാണുന്ന കാഴ്ച. അപ്പോൾ ഇനി നമ്മൾ നടക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ കഴിവുള്ളവരാണ് ശരിക്കും ഇവിടേക്ക് വരേണ്ടത്. അപ്പോൾ അതാ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. നിറയെ ഇങ്ങനെ പുൽത്തകിടിയും അതുപോലെ ഇങ്ങനെ അത്യാവശ്യം നടക്കാനുണ്ട്. നമ്മൾ പറഞ്ഞ ആ ചിൽഡ്രൻസ് പാർക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ ഈ ഇതിൽ കൂടെ ഇങ്ങനെ താഴേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ചെങ്കൂത്തായിട്ടുള്ളൊരു പ്രദേശമാണ് കേട്ടോ അപ്പുറം കാണാൻ പറ്റുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒത്തിരി ദൂരം വരെ ഇങ്ങനെ കാണാവേ. പിന്നെ അതുപോലെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഫോട്ടോ എടുക്കാനുള്ള പോയിന്റ്സും അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ആയിട്ട് ഒരു വാച്ച് ടവറൊക്കെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോരുകയാണ്. തിരിച്ചു പോരുമ്പോൾ ഇവിടെ ഒരു കുഞ്ഞു കുളമൊക്കെ ഉണ്ട്. അതിപ്പോൾ മഴ സീസൺ അല്ലാത്തതുകൊണ്ട് വെള്ളം കുറവാണ്. പിന്നെ കാണാത്ത ഒത്തിരി തരം സസ്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് അറിയുന്നവരുണ്ടെങ്കിൽ പറയാം. വലിയൊരു മരം കേട്ടോ, അതിൽ നിറയെ ഇങ്ങനെ കായകളൊക്കെ ഉണ്ട്. പിന്നെതാ ഈ കാണുന്നതിൻ്റെ പേര് നിങ്ങൾക്ക് അറിയാമായിരിക്കും. നമ്മുടെ ഒരു ഔഷധ സസ്യമാണ് വലംപിരി, ഇടംപിരി എന്നൊക്കെ എന്ന് പറയാതിന്. അത് ഈ ഒരു മരത്തിൽ തന്നെ വലത്തോട്ട് പിരിഞ്ഞിട്ടുള്ളതും ഇടത്തോട്ട് പിരിഞ്ഞിട്ടുള്ള കായകളുണ്ടാവും. അപ്പോൾ ഇതാ നമ്മുടെ ഈ അമ്മിണിക്കാട്ടിനെ കുറിച്ചുള്ള ചരിത്രരേഖകൾ ഇവിടെ ഇങ്ങനെ ബോർഡുകളിലായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ വന്നിറങ്ങി ബൈക്ക് പാർക്ക് ചെയ്ത ആ ഏരിയ ആണ് ഇവിടുന്ന് കാണുന്നത്. ഇത്രയും ദൂരം നമ്മൾ നടന്ന് മേലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം ഇനിയും ഒത്തിരി ദൂരം പോകാനുണ്ട് നമുക്ക് 360 ഡിഗ്രിയുള്ള ആ കാഴ്ചകൾ കാണുന്ന ആ വാച്ച് ടവറിലെത്താൻ. നമ്മൾ റോഡ് മാർഗം ഉപേക്ഷിച്ച് ഇതാ ഈ പുല്ലിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. കുറേ നമ്മുടെ മൂല്യന്മാരൊക്കെ ഉണ്ട് കേട്ടോ, ഇവിടെ പഠിക്കുന്നവരാണ് തോന്നുന്നു. ഇവിടെയൊക്കെ അധികമായിട്ടും കാണാൻ കഴിയുന്നത് ഇതാ ഈ വലംപിരി, ഇടംപിരിയുടെ മരങ്ങൾ തന്നെയാണ്. ഫാമിലീസും ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ കൊടികുത്തിമലയുടെ ഉയരം വരുന്നത് 522 മീറ്ററാണ്. അതായത് സമുദ്രനിരപ്പിൽ നിന്ന് 522 മീറ്റർ ഉയരത്തിലാണ് ഈ മലപ്പുറം ജില്ലയിലെ ഈ കൊടികുത്തിമല സ്ഥിതി ചെയ്യുന്നത്. അപ്പം അത്രയും ഉയരത്തിലേക്കാണ് നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഉയരം കൂടുന്തോറും മലപ്പുറം ജില്ലയിലെ വിവിധ സ്ഥലങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും. ഈ ആളുകളൊക്കെ ഓരോ സ്ഥലങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളിങ്ങനെ നടന്ന് നീങ്ങുന്ന വഴിയിൽ ഒത്തിരി കടകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ആൾത്തിരക്കില്ലാത്തത് കൊണ്ടാണോ എന്തോന്നറിയില്ല, ഇവിടെ കച്ചവടങ്ങളൊന്നും കാണുന്നില്ല.
പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വാഷ്റൂമും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. മോളെ പേരെന്താ? അജിസ. നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? കരേക്കാട് നിന്നല്ലേ? മുൻപ് കണ്ട ഫാമിലിയാണ്. അപ്പോൾ ഈ മോള് നമുക്ക് വേണ്ടിയിട്ടൊരു ഡാൻസ് കളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കരേക്കാട് എന്ന് പറഞ്ഞ അജിസമോളാണ്. സൂപ്പറായിരുന്നില്ലേ ഡാൻസ്? അപ്പോൾ നമ്മൾ നടന്ന് ഏകദേശം നമ്മളെ 360 വാച്ച് ടവറിൻ്റെ താഴെ ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഇതുപോലെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ സർവേയുടെ ഭാഗമായിട്ട് ഉയരമേറിയ ഒരു ഭാഗത്ത് കൊടി നാട്ടിയത്, അതുകൊണ്ടാണ് ഇതിനെ കൊടികുത്തിമല എന്ന് അറിയപ്പെടുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം നമ്മൾ വാച്ച് ടവറിൻ്റെ മേലേക്ക് കയറി തുടങ്ങുകയാണ്. നമ്മളിപ്പോൾ 1ാമത്തെ നിലയിലെത്തിയിട്ടുണ്ട്. 3 നിലയാണ് ഈ വാച്ച് ടവറിനായിട്ടുള്ളത്. ഈ 3 നിലയിൽ നിന്നും വ്യത്യസ്തമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതാ ഇവിടുന്ന് തന്നെ നമ്മൾ നോക്കുമ്പോൾ സൂര്യനെ കണ്ടോ, ഒരു പ്രത്യേക രൂപത്തിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്നാം നില ചുറ്റി നടന്നത് കണ്ടു. നമ്മളിനി ഇതാ 2ാം നിലയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കോണി കയറുന്ന ഭാഗത്തൊക്കെ ആയിട്ട് ചുവർച്ചിത്രങ്ങളൊക്കെ ആരൊക്കെയോ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോഴേക്കും കണ്ടോ സൂര്യൻ്റെ രൂപം മാറി. അപ്പോൾ ഇവിടെ നിറയെ ആളുകളാണ്. സഞ്ചാരികൾ മൊത്തം ഈ വാച്ച് ടവറിൻ്റെ മേലെ ഈ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. നിറയെ ആളുകൾ സെൽഫി എടുക്കുന്നവരും ഒക്കെ ആയിട്ട് ഇവിടെ ഉണ്ട്. ഈ വശത്ത് നിന്ന് ചെങ്കുത്തായ മലയിടുക്കാണ് കാണാൻ സാധിക്കുന്നതെങ്കിൽ ഇവിടെ നിറയെ കാടുകളാണ്. അതുപോലെ തന്നെ നമുക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു നടവഴിയും അതുപോലെ അങ്ങ് ദൂരെ ഒരു മലയും കാണാം. അങ്ങനെ നമ്മൾ ഇപ്പം കൊടികുത്തിമലയിലെ വാച്ച് ടവറിൻ്റെ ഏറ്റവും മുകളിലാണ് നിൽക്കുന്നത്. വാച്ച് ടവറിലെ ടോപ്പിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ഇവിടെ ഒരു കുഞ്ഞു മാലാഖുണ്ട് കേട്ടോ, ഫാമിലി ആയിട്ട് വന്നതാണ്. ഒരു പരിചയമില്ലാതെ എനിക്ക് നല്ലൊരു ചിരി സമ്മാനിച്ച് ആ കുഞ്ഞു മാലാഖ വീണ്ടും കളി തുടങ്ങിയിട്ടുണ്ട്. തിരിച്ചിറങ്ങിയപ്പോഴേക്കും സമയം ഇരുട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇവിടെ താഴെ ഈ വനശ്രീ എന്ന് പറഞ്ഞ ഒരു സ്റ്റോറുണ്ട്. അപ്പോൾ അവിടുത്തെ സാധനങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കസ്തൂരി മഞ്ഞളുണ്ട്, അച്ചാറുണ്ടാവും 150 രൂപ. മാങ്ങ, കണ്ണിമാങ്ങ. ഈ മറ്റേ രക്തചന്ദന മാല എത്രയാ? 325. ബ്രേസ്ലെറ്റ് ഉണ്ട്. പിന്നെ എൻ്റെ മണി കുറച്ച് ചെറുപ്പക്കാരൻ, ഇത് 225. 175ൻ്റെ വേണം. ഷോപ്പിൽ വിൽപ്പനയ്ക്കായിട്ടുള്ള സാധനങ്ങളുടെ ലിസ്റ്റാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. നമ്മളെടുത്തത് ഇതാ ഈ 250 ഗ്രാം കുന്തിരിക്കത്തിൻ്റെ പാക്കറ്റായിരുന്നു. ഇതിന് 120 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതൊക്കെ ഇവിടെ വിൽപ്പനയ്ക്കായിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് കേട്ടോ, എല്ലാം നാച്ചുറലാണ്. ഈ കൊടികുത്തിമലയുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായവർ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മലപ്പുറം ജില്ലയിലെ ചരിത്ര പ്രസിദ്ധമായ ഈ കൊടികുത്തിമലയുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ. താങ്ക് യു.